ഹലാൽ സർട്ടിഫൈഡ് ഉൽപ്പന്നങ്ങൾ ജനങ്ങളോട് വാങ്ങരുതെന്ന് ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ്. ഹലാൽ ഉൽപ്പന്നങ്ങളിലൂടെ ലഭിക്കുന്ന ലാഭം ദേശവിരുദ്ധ പ്രവർത്തനങ്ങൾക്ക് ഉപയോഗിക്കുന്നുവെന്നും യോഗി ആദിത്യനാഥ് പറഞ്ഞു. ഗോരഖ്പൂരിലെ RSS പരിപാടിയിലായിരുന്നു യോഗിയുടെ പരാമർശം. വർഗീയ പരാമർശവുമായി യോഗി എത്തിയിരിക്കുന്നു. എന്താണ് പ്രസംഗം? വർഗീയ പരാമർശമായാണ് ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് വീണ്ടും എത്തിയിരിക്കുന്നത്. ഈ ഹലാൽ സർട്ടിഫൈഡ് ഉൽപ്പന്നങ്ങൾ വാങ്ങരുത് എന്നാണ് അദ്ദേഹം പറയുന്നത്. കാരണം ഇതിന്റെ പണം ദേശവിരുദ്ധ പ്രവർത്തനങ്ങൾ, അതായത് ഭീകരവാദം, മതപരിവർത്തനം, ലവ് ജിഹാദ് അടക്കമുള്ള കാര്യങ്ങൾക്ക് ഉപയോഗിക്കുന്നു എന്ന് വ്യക്തമാക്കുന്നു. ഹലാൽ ഭക്ഷണങ്ങൾ എന്ന് പറയുമ്പോൾ, ഹലാൽ ഉൽപ്പന്നങ്ങൾ എന്ന് പറയുമ്പോൾ അതിൽ മാംസാഹാരം മാത്രമല്ല യോഗി പറയുന്നത്. അത്തരത്തിലുള്ള സോപ്പുകളുണ്ട്, മറ്റ് സൗന്ദര്യവൽക്കരണ ഉൽപ്പന്നങ്ങളുണ്ട്, ഒപ്പം മറ്റു തരത്തിലുള്ള ഉൽപ്പന്നങ്ങളൊക്കെ ഇത്തരത്തിൽ ഹലാൽ സർട്ടിഫൈഡ് പേരിൽ വരുന്നുണ്ട്. ഇതെല്ലാം നിലവിൽ സർക്കാർ നിരോധിച്ചിരിക്കുകയാണ്. യോഗിയോട് നമുക്ക് പറയാനുള്ളത് എന്തെന്ന് വെച്ചാലേ, ഗൾഫ് രാജ്യത്തിൽ ജോലി ചെയ്യുന്ന മിത്രങ്ങളെ മുഴുവനും അവിടുത്തെ ജോലി ഉപേക്ഷിച്ചുകൊണ്ട് ഇന്ത്യയിലേക്ക് വരാൻ പറയണം. കാരണം വേറെ ഒന്നുമില്ല, ഗൾഫ് രാജ്യത്തിൽ ഹലാൽ ഭക്ഷണം മാത്രമേ കിട്ടുള്ളൂ. എന്തിനാണ് മിത്രങ്ങൾ അവിടെ ഹലാൽ ഭക്ഷണം തിന്ന് കൊഴുക്കുന്നത്? ഇവിടെ കൊണ്ടുവന്നിട്ട് ഗോമൂത്രം കുടിപ്പിച്ചിട്ടും ചാണകം തീറ്റിക്കണം. എന്നിട്ട് ഇവിടെ നിൽക്കാൻ പറയണം. നട്ടലുണ്ടോ അത് പറയാൻ? ചങ്കുറപ്പുണ്ടോ അത് പറയാൻ? പറയുമ്പോൾ അതും കൂടി പറയണം. ഒരപേക്ഷയാണ്. അതേപോലെ തന്നെ മിത്രങ്ങളാണ് ഗൾഫ് രാജ്യങ്ങളിലേക്ക് ബീഫ് കയറ്റി അയക്കുന്നതിൽ ഏറ്റവും കൂടുതൽ നമ്പർ 1. ആ മിത്രങ്ങൾ ഗൾഫ് രാജ്യത്തിലേക്ക് ബീഫ് അയക്കുമ്പോൾ അതിലൊരു സ്റ്റിക്കറും കൂടി ഒട്ടിച്ചിട്ടുണ്ടാവും, ഹലാൽ ബീഫ് എന്നും പറഞ്ഞിട്ട്. അപ്പോൾ കയറ്റി അയക്കുമ്പോൾ ആ സ്റ്റിക്കർ അങ്ങ് ഒഴിവാക്കണം, എന്നിട്ട് കയറ്റി അയക്കണം. ഒരു പട്ടിക്കുട്ടി പോലും അത് വാങ്ങൂല ആ ബീഫ്. മിത്രങ്ങളുടെ ഗുഡോണിൽ ആ ബീഫ് കെട്ടിക്കിടക്കും, കോഴിക്ക് അടവച്ച പോലെ പുഴുവരിക്കും. ഒരെണ്ണം ചിലവാകൂല. ഒരു കയറ്റി അയക്കുന്നതിൽ ഒരെണ്ണം ചിലവാകൂല ബീഫ്. ചങ്കുറപ്പുണ്ടോ? നെട്ടലുണ്ടോ? അതുപോലെ കയറ്റി അയക്കാൻ ഹലാൽ സ്റ്റിക്കർ പതിക്കാതെ കയറ്റി അയക്കാൻ നെട്ടലുണ്ടോ? കളിക്കുമ്പോൾ ഒരുവിധ സ്റ്റാൻഡേർഡ് കളി കളിക്കുവേ. ഇതുമാതിരി ലോക്കൽ തറ കൂതറ കളിയല്ല കളിക്കേണ്ടത്, സ്റ്റാൻഡേർഡ് കളിക്ക്.